ഹലോ, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ഇലക്ഷൻ ഡേ ആയിരുന്നല്ലോ അല്ലേ? എല്ലാവരും വോട്ട് ചെയ്തില്ലേ? നമ്മൾ വിജയിക്കുന്ന ആൾക്കാണ് നമ്മൾ വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത ആർക്കാണോ അവർ വിജയിക്കട്ടെ. നാം ആഗ്രഹിക്കുന്നതിലും ചിന്തിക്കുന്നതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവത്തിലാണല്ലോ നാം വിശ്വസിക്കുന്നത്. മനുഷ്യന് അസാധ്യമായതെല്ലാം ദൈവത്തിന് സുസാധ്യമാണ്. ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക തരം വീഡിയോ ആണ്. കാരണം നമ്മൾ എന്നും എപ്പോഴും ഫെർമെൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, ഈസ്റ്റിന് വിട. ഞാൻ ഈസ്റ്റ് ഉപയോഗിക്കാറില്ല. എനിക്ക് ഈസ്റ്റ് കിട്ടിയാൽ അത് ആർക്കെങ്കിലും കൊടുക്കുകയുള്ളൂ. ഞാൻ ഈസ്റ്റ് വാങ്ങിക്കാറുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത്? ഇതൊരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഈ കപ്പിൽ ഒരു കപ്പ് കാണാമല്ലോ, ഒരു കപ്പ് ചിരകിയ തേങ്ങ. അത് നമുക്ക് ഈ മിക്സിയിലെ ബൗളിലേക്കിടാം. ഈ കപ്പിന് 2.5 കപ്പ് കുതിർത്ത അരിയാണ്. നല്ല പച്ചരി വാങ്ങിച്ച് കുതിർക്കണം. അതിന് പ്രത്യേക പശ കുറവുള്ള പച്ചരി ആണെങ്കിലാണ് അപ്പം നന്നാവുകയുള്ളൂ. സ്വല്പം അവലും ചേർത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, കണ്ടോ ഇത് ജീരകമാണ്. ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത്രയും ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഈ മിക്സിയുടെ ബൗളിലോട്ട് ചേർക്കാം. കുതിർത്ത പച്ചരി, തേങ്ങ. ആ കപ്പിന് 2.5 കപ്പ് പച്ചരി ഉണ്ട്. 2.5 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങ, ഒരു 1/2 കപ്പ് വെളുത്ത അവൽ, ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം ഇത്രയുമാണ് ചേർക്കാൻ ചേർത്തിരിക്കുന്നത്. ഇനിയുള്ളതാണ് നമ്മുടെ വില്ലൻ. നമ്മൾ ഈസ്റ്റിനോട് വിട പറഞ്ഞല്ലോ. ഈസ്റ്റിന് പകരമായിട്ട് കണ്ടോ നല്ല പത പോലെ ഇരിക്കുന്ന ഒരു ഉറയാണ്. നമ്മൾ പാലുറച്ചാണല്ലോ തൈരുണ്ടാക്കുന്നത്. അതുപോലെ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് കള്ള് വാങ്ങിച്ച് കള്ളുകൊണ്ട് 2 പദാർത്ഥങ്ങളുണ്ടാക്കി. ഒന്ന് ചൊറുക്ക അല്ലെങ്കിൽ വിനാഗിരി, മറ്റേത് പാനി. ആ കള്ള് ചേർത്താണ് ഈ അരി അരച്ചത്. കള്ള് ചേർത്ത് അരച്ച അരി പൊങ്ങിക്കഴിഞ്ഞ് അപ്പം ചുടാനെടുത്തതിന് ശേഷം ഇതിനൊരു കപ്പ് എന്നും മാറ്റി വെച്ചിരിക്കും. ഇതാണ് ഇനാക്കുലം. ഒരിക്കൽ പോലും ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതറിയാൻ പാകത്തിന് ഇതിൻ്റെ തേങ്ങാ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാ വെള്ളം കൂടെ ചേർത്ത് ഞാൻ അരച്ചു കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അരച്ച മാവാണിത്, കണ്ടോ? ഈ പാകത്തിന് അരച്ചെടുക്കണം. ഈ മാവിനോട് സ്വല്പം ഉപ്പും അതിനാവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും ചേർക്കണം. ഉപ്പ്
ഇത് അരയ്ക്കുമ്പോൾ വേണമെങ്കിലും ചേർക്കാം, അതല്ലെങ്കിൽ അരച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി. 2 കുഞ്ഞ് സ്പൂൺ അല്ലെങ്കിൽ ഒരു വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. ഈ മാവ് ഇത് ഒരു മൈക്രോവേവബിൾ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വെക്കുന്നതിന് കുഴപ്പമില്ല, നല്ല പാത്രമായിരിക്കണം. ഇതിനകത്ത് ഇനി ചെയ്യേണ്ടത് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്ത് വെച്ചിരിക്കണം. ഇതിങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ, ഒറ്റ മണിക്കൂർ കഴിയുമ്പോൾ ഈ പാത്രം നിറച്ച് പതഞ്ഞ് പൊങ്ങി വരും. നല്ല സോപ്പ് പത പോലെ പൊങ്ങി വരും. ആ മാവ് ഒന്ന് ഇളക്കി കഴിഞ്ഞ് ഉടനെ ചൂടാം. നല്ല ഭയമുള്ളതും നല്ല രുചിയുള്ളതും. കാരണം നമ്മൾ ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈസ്റ്റ് തൊട്ടിട്ടേ ഇല്ല. അതിന് പകരം കള്ള് ചേർത്തുണ്ടാക്കിയ ഇനാക്കുലം ആണ്. ഇനാക്കുലം ചേർത്താണ് ഇത് ഫെർമെൻറ്റേഷൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർത്തും ഇതിന് യാതൊരു പാർശ്വഫലങ്ങളുമില്ല. ഈസ്റ്റ് നമ്മുടെ വയറിന് അത്ര നല്ലതല്ല. ഞാനൊരിക്കലും ഈസ്റ്റ് ഉപയോഗിക്കാറില്ല. ഇത് പൊളിച്ച് വരുന്ന ഈ മാവ് വീണ്ടും ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് എടുത്ത് അല്ലെങ്കിൽ ഇതേ പാത്രത്തിൽ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ എത്രയോ നാളുകളായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ഇനാക്കുലമാണ്. ഇതേ മാവ് തന്നെ സ്വല്പം കൂടി തേങ്ങ ചേർത്ത് നന്നായി അരച്ച് വട്ടയപ്പത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഈ മാവിന് പുളിപ്പ് വരുന്നില്ല. കാരണം ഇനി ഇത് 1 മണിക്കൂർ കഴിയുമ്പോൾ ചുടാൻ റെഡിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും, ആരോഗ്യപ്രദമായിരിക്കും, പാർശ്വഫലങ്ങളില്ലാത്തതുമായ നല്ല വെള്ളയപ്പം അല്ലെങ്കിൽ കള്ളപ്പം റെഡി. 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ മാവ് പൊങ്ങി അത് ചുടുന്ന വിധം കാണിച്ചു തരാം. ഓക്കെ, ഒറ്റ മണിക്കൂർ കൊണ്ട് നമ്മുടെ മാവ് കണ്ടോ. മാവ് ഈ പാത്രത്തിന് അരഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അരഭാഗം ഉണ്ടായിരുന്ന മാവ് ഒറ്റ മണിക്കൂർ കൊണ്ട് നല്ല പതഞ്ഞ് പൊങ്ങി കണ്ടോ, സോപ്പ് പത പോലെ ഫോമി ആയിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി അപ്പം ചുട്ടേച്ചാൽ മതി. നല്ല സുന്ദരൻ നല്ല മയമുള്ള അപ്പം കിട്ടും. ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. ഈ അപ്പം ചുടാൻ വേണ്ടി മാവ് എടുത്ത് അപ്പം ചുട്ട് കഴിഞ്ഞാൽ ബാക്കി വരുന്ന മാവുണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് നേരം ചെറു ചൂടുള്ള ഏതെങ്കിലും പ്രതലത്തിൽ, ഒന്നില്ല നമ്മുടെ മൈക്രോവേവിനകത്ത് മൈക്രോവേവ് സ്വിച്ച് ഓൺ ആക്കിയിട്ടിട്ട് വെച്ചാലും മതി. പെട്ടെന്ന് ഇതുപോലെ തന്നെ പൊങ്ങി വരും. ഇത് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ കള്ളിൻ്റേതായ ആ ഇനാക്കുലം അല്ലെങ്കിൽ ആദ്യം നമ്മൾ പുളിപ്പിച്ച് വെച്ചിരുന്ന, പുളിയില്ലതിന് പുളിപ്പിച്ച് വെച്ചിരുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരുന്ന മാവ് ചേർത്ത് ഉണ്ടാക്കിയതായതുകൊണ്ട് വളരെ ഉപകാരപ്രദമായിരിക്കും. കണ്ടോ, നല്ല മയമുള്ള അപ്പം, നല്ല കണ്ണും കുഴികളോടുകൂടി 4 അപ്പം മതി ഞങ്ങൾക്ക് ഒരു ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. ഇതുപോലെ നല്ല സോഫ്റ്റ് അപ്പം കണ്ടോ. ഈ സോഫ്റ്റ് അപ്പം ഉണ്ടാക്കുവാൻ ഈ ഒരു പ്രക്രിയ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കള്ള അന്വേഷിച്ച് പോകണ്ട, ഈസ്റ്റ് അന്വേഷിച്ച് പോകണ്ട. ഈ പുളിമാവ്, ഈ മാവ് ഇനി ഈ ആവശ്യം കഴിഞ്ഞ് ഉടനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. ഇത് വീണ്ടും നമുക്ക് എപ്പോഴാണോ വേണ്ടത് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇതുപോലെ ഇത് പൊങ്ങി വരും. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബായ്. നമ്മുടെ അപ്പം റെഡി. കണ്ടോ എന്ത് മയമായി അപ്പത്തിനെന്നറിയോ. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം മയമുള്ളതാണെന്ന് അറിയുന്ന ഇതുപോലെ ഈ പോൾസ് എല്ലാം അപ്പം ചുടുമ്പോൾ ഉണ്ടാകും. അതാണ് മയം തന്നെയല്ല, ഈ അപ്പത്തിന് നല്ലൊരു മണമുണ്ട്, നല്ല രുചിയുണ്ട്. ഈ മണത്തിൻ്റെ കാരണം എന്താണെന്നോ, ഇതിനകത്ത് ജീരകം, ഉള്ളി, വെളുത്തുള്ളി അരച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക പെർഫ്യൂമുണ്ട് ഈ വെള്ളയപ്പത്തിന്. ഇതിന് കള്ളപ്പം എന്ന് പറയാം, അല്ലെങ്കിൽ വെള്ളയപ്പം. അപ്പോൾ എത്രയും രുചികരമായ കള്ളപ്പം, വെള്ളയപ്പം
എത്ര പെട്ടെന്ന് ടപ്പേന്നുണ്ടാക്കാം. 1 മണിക്കൂറത്തെ ചിന്ത മാത്രം മതി. അത് നിങ്ങൾക്ക് എത്ര ഉപകാരപ്പെടും. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.